അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു സ്വപ്ന വ്യാഖ്യാനവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 5 കാര്യങ്ങൾ നമ്മൾ കിനാവിൽ കണ്ടു കഴിഞ്ഞാൽ അത് നല്ല സ്വപ്നമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അത് നന്മകൾ കൊണ്ടുവരും, പുരോഗതി കൊണ്ടുവരും, രോഗം ശിഫയാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. പൊതുവെ പറഞ്ഞാൽ നല്ല ശാന്തമായിട്ടുള്ള ഒരവസ്ഥ, സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥ, പുരോഗതിയുടെ അവസ്ഥ നിൻ്റെ ജീവിതത്തിലേക്ക് കിനാവിൽ കൊണ്ടുവരും എന്ന് നിനക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തേത് ഔദത്തുൽ മയ്യിത്ത്. നിൻ്റെ കുടുംബത്തിൽ നിന്നോ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ നീയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മരിച്ച ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായി നീ കിനാവ് കണ്ടു. അവർ വന്നിട്ട് പറയാണ്, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ മരിച്ചതായിട്ട് കിനാവിൽ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അവർ തിരിച്ചു വരുന്നു, നമ്മുടെ കൂടെ ജീവിക്കുന്നു, ഞാനിതാ വന്നിരിക്കുന്നു, എല്ലാവരും അത്ഭുതത്തോടു കൂടി അവരെ നോക്കുന്നു. ആ ഒരവസ്ഥ ഉണ്ടാവുക. ഔദത്തുൽ മയ്യിത്ത്, മയ്യത്തിൻ്റെ തിരിച്ചുവരവ്, ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് നീ കിനാവിൽ കണ്ടാൽ അത് നിനക്ക് നന്മയാണ്. നിൻ്റെ കുടുംബത്തിനും നിനക്കും അത് വലിയ പുരോഗതി കൊണ്ടുവരും എന്നതിൻ്റെ ലക്ഷണമായിട്ടെണ്ണാം. ദാരിദ്ര്യത്തിൻ്റെയും കടത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അവസ്ഥ മാറി ഐശ്വര്യം വരും എന്നാണ്. രണ്ടാമത്തേത് അതിയ്യത്തുൽ മയ്യിത്ത്. നിന്നിൽ നിന്ന് മരിച്ചുപോയ ഒരാൾ നിനക്കെന്തെങ്കിലും നൽകുന്നതായി. ആദ്യത്തേത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ, ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പുതിയൊരു ജീവിതം നമ്മിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം ജീവിക്കുന്ന ഒരവസ്ഥ കണ്ടാലാണ് ആദ്യത്തേത്. രണ്ടാമത് നമുക്ക് എന്തെങ്കിലും തന്നു, മരിച്ചുപോയ ആൾ നമുക്കെന്തെങ്കിലും തരുന്നതായിട്ട് കിനാവ് കണ്ടു, നമുക്കെന്തെങ്കിലും സംഗതി തന്നു. നമുക്ക് പ്രസ്ഥാനത്ത് പോയപ്പം തന്നതാവാം, എങ്ങനെയാവാം, നമുക്കെന്തെങ്കിലും തന്നതായി കിനാവ് കണ്ടാലും അത് നല്ലതാണ്, നല്ല ലക്ഷണമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തേത് നിൻ്റെ മുടി മുറിക്കപ്പെടുന്നതായിട്ടോ മുടി മുണ്ടനം ചെയ്യുന്നതായിട്ടോ നീ കണ്ടു. മുടി മുറിക്കപ്പെടുകയാണ്, നിൻ്റെ മുടി മുറിക്കുന്നതായിട്ട് ബാർബർ ഷോപ്പ് പോയിട്ട് നിൻ്റെ മുടി വെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ മുടി മുണ്ടനം ചെയ്യുന്നുണ്ട്, തല വടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണ്. സവാലുൽ ഹമ്മി വൽ ഹുസൻ, നിൻ്റെ ദുഃഖങ്ങളും നിൻ്റെ സങ്കടങ്ങളും അവസാനിച്ച് നല്ല ശാന്തമായ സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥ നിനക്ക് വരും എന്നാണ് ഈ കിനാവ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ നല്ല ലക്ഷണമുള്ള കിനാവാണ്, സ്വപ്നമാണ് സവാ അൽ ബുക്കാ ഫിൽ മനാ. നീ കരയുന്നതായി കിനാവ് കണ്ടു. കരയുന്നതായി കിനാവ് കണ്ടാൽ അത് മോശമായിട്ടുള്ള അവസ്ഥയിൽ പേടിച്ചോടി കരയല്ല, അങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കരയുന്നതായി കിനാവ് കണ്ടാൽ മഅനാഹു അൽ ഫറഹു വസ്സുറൂറു മിനല്ലാഹി സുബ്ഹാനഹു വതആല. പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയുന്നത്, നിനക്ക് സമാധാനം വരാൻ പോവാണ്, ശാന്തി വരാൻ പോവാണ്, സന്തോഷം വരാൻ പോവാണ് എന്നതിൻ്റെ ലക്ഷണമാണത്. അൽ ഫറഹു വസ്സുറൂറു മിനല്ലാഹി സുബ്ഹാനഹു വതആല. അങ്ങനെ ആകെ പേടിച്ചരണ്ട് ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമല്ല, വെറുതെ ഇരുന്ന് കരയുന്നതായിട്ട് കണ്ടാലാണ് ഈ ഒരു ലക്ഷണം പറയാൻ സാധിക്കുക. അഞ്ചാമത്തേത് നുസൂലുൽ മത്തരി ഫിൽ മനാ. മഴ വർഷിക്കുന്നതായി, അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴ വർഷിക്കുന്നത്, മഴ ഇങ്ങനെ പെയ്യുന്നതായി കിനാവ് കണ്ടു. നമ്മളിങ്ങനെ ഉറങ്ങുകയാണ്, ആ സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്നതായി കണ്ടു, അല്ലെങ്കിൽ മഴത്ത് കളിക്കുന്നതായി കണ്ടു. മഴയുമായി ബന്ധപ്പെട്ടുള്ള കിനാവുകൾ സയർസുഖല്ലാഹു റിസ്ഖൻ വാസിയൻ, അള്ളാഹു നിനക്ക് വിശാലമായിട്ടുള്ള ഭക്ഷണം നൽകും. മൊത്തത്തിൽ അത് പുരോഗതിയുടെ ലക്ഷണമാണ്, നല്ല സ്വപ്നമാണ്. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൻ്റെ വിഭവങ്ങൾ നിനക്ക് വിശാലമാക്കി തരും, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകും എന്ന് ഈ കിനാവ് സൂചിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു മഴ, ഭീതിപ്പെടുത്തുന്ന ബിൽഡിങ്ങുകളും നാടുകളെയും ഒക്കെ തകർത്തെറിയുന്ന, വയനാട്ടിലൊക്കെ ഉണ്ടായതുപോലെ മഴത്തിങ്ങനെ ഉരുൾപൊട്ടി ആളുകൾ മരിക്കുന്നു, അങ്ങനെ ഭീതിതമായിട്ടുള്ളൊരു മഴയെ കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ലക്ഷണമല്ല എന്നും മഹാന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല അവസ്ഥകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ പുതിയ വീഡിയോസ്, ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമാണല്ലോ. നമ്മളൊക്കെ കിനാവ് കാണുന്ന ആളുകളാണ്. എന്താ ഇതിൻ്റെ വ്യാഖ്യാനം, അത് പേടിപ്പെടുത്തുന്നതാണോ നല്ലതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇനിയും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
നിങ്ങൾ ഷെയർ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.